എടി നീ ടെൻഷൻ അടിക്കണ്ട. പപ്പയാണെങ്കിൽ ACP അംഗങ്ങളോട് സംസാരിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു വക്കീലിനോട് സംസാരിച്ചിട്ടുണ്ട്. പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. എല്ലാരും ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് തിരിച്ചു വിളിക്കും. കിടന്ന് വിളിക്കുന്നത് ആരാണാവോ? എടുക്ക് ചേച്ചി. ഹലോ, അതെ ലക്ഷ്മിയാണ്. ആ സാർ പറ. എന്തോ? ആ ഞാൻ നോക്കാം. ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിന്നാ. ഞാൻ എന്തെങ്കിലും ഇല്ലീഗൽ ആക്ടിവിറ്റീസ് ഉണ്ടോന്നൊക്കെ അവർക്ക് ചെക്ക് ചെയ്യണം. അതുകൊണ്ട് എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് 75% ഈ ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റുകാർക്ക് സറണ്ടർ ചെയ്യണമെന്ന്. എന്നിട്ട് റിസർവ് ബാങ്ക് വെരിഫിക്കേഷൻ കഴിയുമ്പോഴേക്കും അവർ ആ പൈസ തിരിച്ചു തരാമെന്ന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ഇത് അവിടെ നിന്നാണല്ലോ അക്കൗണ്ട് നമ്പറും പേരും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചിട്ടുണ്ട്. എടി നീ ഇപ്പൊ എന്തായാലും പൈസ അയക്കാൻ നിൽക്കണ്ട. ഈ വിവരം എന്തായാലും വക്കീലങ്ങൾ ACP കളോട് പറഞ്ഞിട്ട് ഒന്ന് ഡിസ്കസ് ചെയ്തിട്ട് നമുക്ക് തീരുമാനിക്കണം, അയക്കണോ വേണ്ടയോ. എനിക്ക് കയ്യും കാലും പറിച്ചിട്ട് വയ്യ. ചേച്ചി നമുക്ക് ആദ്യം അച്ഛനോട് പറയാം. ടെൻഷനാണല്ലോ ദൈവമേ. ചേച്ചി ടെൻഷൻ അടിക്കാരിയെന്ന് നമ്മളൊക്കെ ഇല്ലേ? എടി ഞാൻ പപ്പയും വക്കീലങ്ങളെയും വിളിച്ചൊന്ന് സംസാരിക്കാം. നീ ടെൻഷൻ അടിക്കണ്ട. നിങ്ങൾ എന്നാ പോയി പറഞ്ഞാൽ കുറച്ചു നേരം ഒന്ന് ഒറ്റയ്ക്ക് ഇരിക്കട്ടെ. വേണ്ട ചേച്ചി, ഒറ്റയ്ക്ക് ഇരിക്കൊന്നും വേണ്ട. ഞാൻ എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്ന് പേടിച്ചിട്ടാണോ? അങ്ങനെയാണെങ്കിൽ പേടിക്കണ്ട, എനിക്ക് അതിന് മാത്രം ധൈര്യമൊന്നുമില്ല. അതൊന്നുമല്ല. ഒരു കാര്യം ചേച്ചി ഇവിടെ ഇരി, ഞങ്ങൾ പോയിട്ട് വരാം. വാ. ആ ഒരു കാര്യം ചെയ്യ്, നീ ഇവിടെ ഇരുന്നോ, ചേച്ചിയുടെ ഒപ്പം ഇരിക്കും. അല്ല ബാലുവിനും തമ്പിനെയൊക്കെ ഒന്ന് വിളിക്ക്. അച്ചോ അച്ചോ, ലച്ചേച്ചി പേടിച്ച് റൂമിൽ ഇരിക്കുകയാണ്. എന്തിനു പേടിക്കുന്ന ധൈര്യം വിളിക്ക് തമ്പി. എന്താ ജാമ്യം കിട്ടൂ? ജാമ്യത്തിന്റെ കാര്യം നോക്കണ്ട ബാലു, ഇതൊന്ന് കാണ്. ഇതൊന്ന് നോക്ക്. വ്യാജ കൊറിയർ ബ്ലാക്ക്മെയിലിൽ വീഴരുത്. ന്യൂസിലും വന്നാ? ഇത് ഇവിടത്തെ ന്യൂസ് അല്ല, ഇത് തിരുവനന്തപുരത്തെ ന്യൂസ്. അയ്യോ, അപ്പൊ അത് തട്ടിപ്പായിരുന്നോ? തട്ടിപ്പാ, വൺ തട്ടിപ്പാണ്. അപ്പൊ ഒരാഴ്ച FIR-ഉം പിന്നെ വിളിച്ച ആൾക്കാരും ഒക്കെ അവരും തട്ടിപ്പാ? ഫുൾ തട്ടിപ്പ്. ഈശ്വര, ഇത് വിശ്വസിക്കാൻ പറ്റണില്ലല്ലോ. വിശ്വസിക്കണം. ഇതേപോലുള്ളൊരു സംഭവമാണ് തമ്പിക്ക് സംഭവിച്ചത്. ഇതേപോലുള്ളൊരു ഫേക്ക്. അപ്പോ ഇതിനവര് പൈസ ആവശ്യപ്പെടൂല്ലേ? പൈസ ആവശ്യപ്പെടുമെന്നോ? ട്രിവാൻഡ്രത്തെ ആൾക്കാർ കൊടുത്തത് എത്ര അറിയാ? 2.5 കോടി. 2.5 കോടിയോ? ആ, ദൈവം സഹായിച്ച് നമ്മളെ പൈസ പോകുന്നതിന് മുമ്പ് ഇതൊക്കെ അറിയാൻ പറ്റിയല്ലോ. അത് വലിയ ഭാഗ്യമല്ലേ. അല്ലെങ്കിൽ ഇവരെ രക്ഷിക്കാൻ വേണ്ടി നമ്മൾ ഉള്ളത് മൊത്തം എഴുതി കൊടുത്തേനെ. ഓ, അപ്പൊ എന്തായാലും കാര്യങ്ങളൊക്കെ സ്മൂത്ത് ആയല്ലോ. ഞാനിവിടെ അർജന്റ് മീറ്റിംഗിലായിരുന്നു, അത് പാതിക്ക് വെച്ചിട്ട് ഓടി ഇങ്ങോട്ട് വന്ന കാര്യം. നിങ്ങളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കല്ലേ, അപ്പൊ പെട്ടെന്ന് ന്യൂസ് ഇവിടെ അറിയിക്കണമല്ലോ, അത് ഓടി വന്നത്. ഇപ്പൊ എല്ലാം ഓക്കെ ആയില്ലേ? ഓക്കെ, അയ്യോ നമുക്ക് പോവാം. എന്നാ നമുക്ക് പോവാം. അല്ല തമ്പേ, ഇപ്പൊ ഓക്കെ ആയില്ലേ? ഇനി ഹാപ്പി ആയിരിക്കും. എന്തിങ്ങനെ പോകാം, ഹാപ്പി ആയിരിക്കും. ശരിട്ടാ, ശരി എന്നാ. ശരി എന്നാ നീലു, തമ്പി ബൈ. അമ്മ ഭവനെ രക്ഷിച്ചെന്തായാലും. എന്താ ഒരു കണക്കിന് തീർന്നു കിട്ടിയല്ലേ? അച്ഛാ, ആ, എനിക്ക് അച്ഛനെ ഭയങ്കര ഇഷ്ടാ അച്ഛാ. എനിക്കറിയാലോ. ഞാൻ കാരണം അച്ഛൻ ജയിലിൽ പോയി കിടക്കുന്ന എനിക്ക് സഹിക്കാൻ പോലും പറ്റില്ല. എല്ലാം കഴിഞ്ഞല്ലോ, അത് വിട്. സമാനിക്കേ പോട്ടാ. കഴിഞ്ഞില്ലല്ലോ. കഴിഞ്ഞില്ലതാ? എന്തോ ലച്ചു? ഞാൻ അവിടെ റൂമിലിരുന്നപ്പോഴേ എനിക്കൊരു കോള് വന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാനല്ല ചെയ്തത്, എല്ലാം ചെയ്തത് അച്ഛനാന്നും പറഞ്ഞ് ഞാൻ കോള് കട്ട് ചെയ്ത്. അത് കഴിഞ്ഞപ്പോ വീണ്ടും ഒരു കോള് വന്നു. അപ്പൊ അവര് പറഞ്ഞ് അച്ഛനെ ഇതിൽ നിന്ന് രക്ഷിക്കണമെങ്കിൽ കുറച്ച് പൈസ ആവശ്യപ്പെട്ടു അവര്. എന്തൊക്കെ ടൈപ്പ് തട്ടിപ്പാ നോക്കണ വെച്ചാ? എന്തായാലും പൈസ ഇട്ട് കൊടുത്തില്ലല്ലേ? കൊടുത്തല്ലോ. കൊടുത്താ? ഞാൻ കാരണം അച്ഛൻ എന്തെങ്കിലും പറ്റിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ അവർക്ക് പൈസ ഇട്ട് കൊടുത്തായിരുന്നു. എന്തോന്ന് ലച്ചു നീ പറയണത്? അവർ അക്കൗണ്ട് നമ്പർ അയച്ചു തന്നപ്പോ അച്ഛൻ രക്ഷിക്കാൻ വേണ്ടിട്ട് ഞാൻ പൈസ ഇട്ട് കൊടുത്തു. എത്ര പൈസ ഇട്ട് കൊടുത്ത്? നോക്കട്ടെ. ഈശ്വര, ഇത്രയും സ്നേഹമോ നിനക്ക് എന്റെ അടുത്ത്? എന്ത് ഇത്രയും പൈസ ഇട്ട് കൊടുത്തത്? വല്ല കാര്യമുണ്ടോ? ആ പോട്ട് ഫോട്ടോ നോക്കാൻ പറ്റില്ലല്ലോ. അല്ല, ഇപ്പൊ എന്തായാലും ഒന്നും സംഭവിച്ചില്ലല്ലോ. ഞാൻ അച്ഛന് വേണ്ടി ചെലവാക്കിയ പൈസയല്ലേ, ആ കാശ് എനിക്ക് തിരിച്ചു തന്നോളണം. എന്തിന് ഞാൻ തിരിച്ചറിഞ്ഞത്? അച്ഛന് വേണ്ടിട്ടാണ് ഞാൻ ഈ കാശ് ചെലവാക്കിയത്. എന്റെ കെട്ടിയോ ഗൾഫിൽ കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാ. ഞാൻ പറയാം ചെലവാക്കാൻ വേണ്ടി ആരെങ്കിലും വിളിച്ചു കൊടുത്തതിന് അച്ഛൻ രക്ഷിക്കാൻ വേണ്ടിട്ടല്ലേ ഞാൻ പൈസ കൊടുത്തത്. നിങ്ങൾ മണ്ടത്തരം കാണിക്കുന്ന ആരെങ്കിലും പറഞ്ഞാ നമ്മളോട് ചോദിച്ചായിട്ട് കൊടുക്കുമ്പോ നീ? എനിക്ക് എന്റെ അച്ഛനാ വലുത്. മതി,
മര്യാദ പൈസക്ക് തിരിച്ചു ഇതിനെക്കാട്ടാണ് ഞാൻ TR ജയിലിൽ പോയി കിടക്കണായിരുന്നു.